വികസിത ഭാരതം, വികസിത കേരളം. അത് നമ്മൾ കണ്ണൂരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വികസിത കണ്ണൂർ, അല്ലെങ്കിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി വികസിത മട്ടന്നൂർ. ആ ഒരു സന്ദേശം പാർട്ടി പ്രവർത്തകർക്ക് മാസങ്ങളായിട്ട് പാർട്ടി യോഗങ്ങളിലൂടെ, പഠന ശിബിരങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിലും പൊതുവേദികളിലും പത്രസമ്മേളനങ്ങളിലൊക്കെ ആ സന്ദേശം നൽകുന്നുണ്ട്. ഇങ്ങനെയൊരു നിയോഗം ഉണ്ട് എന്നുള്ളത് നേരിട്ട് മോദി തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്, സന്തോഷത്തോടെ സ്വീകരിക്കണം, അത് ചെയ്യണം എന്നാണ് പുതിയ ആവശ്യമുണ്ട്. എന്താണ് എങ്ങനെയാണെന്നുള്ള സൂചനയും തന്നില്ല. സി സദാനന്ദൻ മാസ്റ്റർ എന്നാൽ ധൈര്യത്തിന്റെ പ്രതിരൂപമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനീതിക്കെതിരായ പോരാട്ടമാണ് സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം. അക്രമങ്ങൾക്കും ഭീഷണികൾക്കുമൊന്നും അദ്ദേഹത്തിന്റെ ആവേശത്തെ തടയാനായില്ല. അധ്യാപകൻ, സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. യുവജന ശാക്തീകരണത്തിൽ അതിയായ അഭിനിവേശമുള്ളയാളാണ് സദാനന്ദനെന്നും MP ആയി രാജ്യസഭയിലേക്ക് എത്തുന്നതിൽ ആശംസകൾ നേരുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലുള്ള കീം പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് പട്ടിക സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ. റാങ്ക് പട്ടിക പുതുക്കിയത് നീതി നിഷേധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. കൂടുതൽ വിവരങ്ങൾ. പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ തിരിച്ചടിയാണ് കേരള സിലബസിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ടായത്. 1ാം റാങ്കിലുണ്ടായിരുന്ന വിദ്യാർത്ഥി 6ാം റാങ്കിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനു പുറമെ 21 പേർക്ക് മാത്രമാണ് ആദ്യ 100 റാങ്കിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ വലിയ ഒരു മാറ്റമാണ് പഴയ രീതിയിലുള്ള മാർക്ക് ഏകീകരണത്തിലൂടെ വന്നത്. അത് സ്റ്റേ ചെയ്യണം, അതായത് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് സ്റ്റേ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തെ കാര്യം, ഈ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് തന്നെ അത് വിദ്യാർത്ഥികളോടുള്ള നീതികേട് ആണ് എന്നുള്ളൊരു കാര്യമാണ്. അതിനു പുറമെ സംസ്ഥാന സർക്കാരിന് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പ്രോസ്പെക്ടസ് ഇറക്കിയപ്പോൾ തന്നെ ഈ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാകുന്നത് വരെ തന്നെ എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് ആ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് CBSE വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത്. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു നീതികേടും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സർക്കാർ ഇത്തരത്തിൽ ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുൻപാണ്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ എടുത്തത് പ്രധാനമായും ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്ന പഴയകാല കേസുകളെയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് പ്രോസ്പെക്ടസിൽ കൃത്യമായി തന്നെ മാറ്റാനുള്ള അധികാരമുണ്ട്. അത് കൃത്യമായി തന്നെ അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹർജിയിൽ. അതുകൂടാതെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൈക്കോടതിയിൽ ഈ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ അപ്പീൽ വന്ന ഘട്ടത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. മറിച്ച് CBSE വിദ്യാർത്ഥികൾ പറഞ്ഞതും സർക്കാരിൻ്റെ ആ ഒരു വാദവും മാത്രമാണ് ഹൈക്കോടതി പരിഗണിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ CBSE വിദ്യാർത്ഥികൾ ചില അഡ്വാൻറ്റേജുകൾ ഈ പരീക്ഷയിൽ നേടുന്നുണ്ട്. ഈ കീമിൽ അതായത് പഴയ സമവാക്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഘട്ടത്തിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടി കൂടിയാണ് പുതിയ സമവാക്യം നടപ്പാക്കിയത്. അതായത് ഈ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ കീമിൽ കൃത്യമായ ഒരു നീതി ലഭിക്കുന്നില്ല എന്നുകൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും പ്രശാന്ത് ഭൂഷണായിരിക്കും സുപ്രീം കോടതിയിൽ ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരാവുക. ഏതായാലും നേരത്തെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിയമയുദ്ധത്തിലേക്ക് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പഴയ മാർക്ക് ഏകീകരണ ഫോർമുല പ്രകാരം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. ഏതായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. നമുക്കറിയാം, കീം റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ തുടങ്ങാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. ഓഗസ്റ്റ് 18 മുൻപ് ഈ എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. ഏതായാലും ഈ പുതുക്കിയ റാങ്ക് പട്ടിക സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഒരു കേരള സിലബസിലെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്.
തീർച്ചയായും ആന്റണി, അടിമുടിയുള്ള മാറ്റങ്ങളോടെയായിരുന്നു പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതിൽ 1ാം റാങ്കിലുള്ളവരടക്കം പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിസഭയിൽ അടക്കം വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്, അല്ലേ? തീർച്ചയായും ഈ റാങ്ക് ലിസ്റ്റ്, അതായത് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വരുന്ന ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ഏതായാലും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഒരു നീതികേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ, അതായത് പുതുക്കിയ സമവാക്യ പ്രകാരം, അതായത് മാർക്ക് ഏകീകരിക്കാൻ ഉള്ള ഒരു സമവാക്യമുണ്ട്. ആ ഫോർമുല, പുതിയ ഫോർമുലയാണ് ഇത്തവണ ഉപയോഗിച്ചത്. ആ ഫോർമുല വെച്ച് നടപ്പാക്കിയപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് 43 പേർ അന്ന് ഈ ആദ്യ 100 പേരുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതിയിൽ CBSE വിദ്യാർത്ഥികൾ പോകുന്നതും ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്നതും. പകരം പഴയ രീതി എന്തായിരുന്നോ നമ്മൾ പിന്തുടർന്നു വന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. ആ രീതി പ്രകാരം പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. 43 പേർ ആദ്യ 100 റാങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് 21 ചുരുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് പകുതിയോളം വിദ്യാർത്ഥികൾ ഈ 100 റാങ്കിന് അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. 1ാം റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥി 6ാം റാങ്കിലേക്ക് വന്നു. മാത്രമല്ല പലർക്കും ഈ റാങ്കിൽ പുറകോട്ട് പോയതോടുകൂടി ഇഷ്ടപ്പെട്ട വിഷയങ്ങൾക്ക്, ഇഷ്ടപ്പെട്ട കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത പോലും ഇല്ലാതെയായി. അങ്ങനെ തങ്ങൾക്ക് ഒരു നീതികേട് ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾ ഈ ഹർജിയിലും ചൂണ്ടിക്കാണിക്കുന്നത്. ശരി ആന്റണി, സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് പട്ടിക സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ. റാങ്ക് പട്ടിക പുതുക്കിയതിൽ നീതി നിഷേധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചൊവ്വാഴ്ച. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായാണ് സോണിയാഗാന്ധി യോഗം വിളിച്ചത്.